അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടുന്നേ. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടെ അടുത്തിടും. ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന്, ആ മാർവോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എൻ്റെ അപ്പനായി വേല ചെയ്യും. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപക്കുരുക്കിൽ നിന്നു. മഹാത്മ്യമുള്ള യാഗത്താലേ വീണ്ടെടുത്തു ശാപക്കുരുക്കിൽ നിന്നു. ഞാൻ നനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരൽ പന്തിയിലിരുത്തി. ഞാൻ നനയ്ക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിയിലിരുത്തി. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട്, നിങ്ങൾ സന്ദേശം കേട്ടിട്ട് ഒരു മാസത്തോളം ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം വളരെ വളരെ തിരക്കുകളുടെ നടുവിൽ, ശുശ്രൂഷകളുടെ നടുവിൽ, യാത്രകളുടെ നടുവിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് സ്തോത്രം, നിങ്ങളെ ഒക്കെ ഈ മെസ്സേജ് തയ്യാറാക്കി അയക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് മെസ്സേജുകൾ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ സംസാരിച്ച കുറേ കാര്യങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. അല്ല, എഴുന്നേറ്റോ? ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒന്ന് എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട്, വളരെ നാൾക്ക് ശേഷം നമ്മൾ കാണുന്നത്. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നോ? നിങ്ങൾ സന്തോഷമായിരിക്കുന്നതിൻ്റെ വലിയ കാര്യം. ഒന്നുവരെയും കൊറോണ കാലത്ത് നിങ്ങൾ പെട്ടിക്കകത്ത് കയറിയില്ലല്ലോ. അതെങ്കിലും ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേര് തങ്ങളുടെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്ന് കൊറോണ കാലത്ത് കടന്നുപോയി. പക്ഷേ എന്നെ നിങ്ങളെയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൊറോണയെക്കാളും വലിയ കിറോണയാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ രാവിലത്തെ സന്ദേശം നിങ്ങൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ മെസ്സേജ് അയക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിലൊക്കെ തിരക്ക് പിടിച്ച സമയങ്ങളാണ്. പലയിടങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ചോദിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ മെസ്സേജിൻ്റെ തലക്കെട്ട് നിങ്ങൾ കണ്ടു കാണും. ഒരിക്കലും ചേരാത്തത് എന്നാണ് നിങ്ങൾ വായിച്ചത്, അല്ലേ? സ്തോത്രം. ഇതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ
ഓരോ സന്ദർശനത്തിനും മുൻപിൽ അതിൻ്റെ തലക്കെട്ടുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാത്ത മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ യൂട്യൂബിൽ കയറി അത് കേൾക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് കൈമാറണം, അയച്ചു കൊടുക്കണം. ആമേൻ, സ്തോത്രം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം തമ്മിൽ ചേരാത്തത്, ഒരിക്കലും ചേരാത്ത രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 4 കാര്യങ്ങളാണ് ഒരുമിച്ച് ഇണക്കി പറയേണ്ടത്, പക്ഷേ 2 ആയിട്ട് നമുക്ക് പറയാം. 1 നീതിയും സമാധാനവും, 2 കൃപയും സത്യവും. കണ്ടോ, മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ 4 ഉണ്ട്. പക്ഷേ 2 പാർട്ടായിട്ട് ഞാൻ നിങ്ങൾ പറയാം. 2 പാർട്ട് എന്ന് പറഞ്ഞാൽ 2 പ്രസംഗമായിട്ടല്ല, ഇതിനകത്ത് തന്നെ മുഴുവൻ പറയും. ശ്രദ്ധിക്കണേ. അപ്പോൾ നീതിയും സമാധാനവും ഒരിക്കലും ചേർന്ന് പോകുന്ന ഒരു കാര്യമല്ല. എന്താണ് അതിൻ്റെ കാര്യം? എന്താണ് നീതി സമാധാനം? നീതി ഒരു മനുഷ്യന് അതൊരു കോടതി ഭാഷ അല്ലേ, ഒരു കോർട്ട് ലാംഗ്വേജ് ആണത്. നീതി ഒരു മനുഷ്യനെ അവൻ്റെ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിൽ അവൻ്റെ സമാധാനം പോകും. സ്തോത്രം. അതാണ് നീതി എന്ന സംവിധാനം നിലനിൽക്കുന്നത്. ഈ നീതി എന്ന സാധനം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവൻ സമാധാനത്തോടെ വീട്ടിൽ പോകുന്നു പറയാൻ പറ്റില്ല. പക്ഷേ നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്നൊരു വാക്യം 85-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം. സ്തോത്രം. അല്ലെ, നീതി സമാധാനം ഒരിക്കലും അടുത്തു വരാൻ കഴിയാത്ത 2 കാര്യങ്ങൾ. 1 നീതി, 1 സമാധാനം. സ്തോത്രം. അതുപോലെ തന്നെ ഒരിക്കലും അടുത്തു വരാൻ കഴിയാത്ത 2 കാര്യമാണ്. 1 കൃപ, 2 സത്യം. സത്യം പറയുന്നത് നിങ്ങൾ തെറ്റുകാരനാണ്, ഒരു കുറ്റം കണ്ടാൽ സത്യം അത് വിളിച്ചു പറയും, ഒരു കുറ്റം കണ്ടാൽ. എന്നാൽ കൃപ അങ്ങനെയല്ല. എത്ര വലിയ തെറ്റ് നിങ്ങൾ ചെയ്താലും നിങ്ങൾ ദൈവസന്നിധി വീണ് നെടുമ്പാടുവിടുക്കാരൻ അപേക്ഷിച്ചാൽ കൃപ വന്ന് നിങ്ങളെ ഫ്രീ ആക്കി വിടുകയായിരുന്നു. സത്യം അഴുക്കുകളെ മുഴുവനും എടുത്തു കാണിക്കുമ്പോൾ കൃപ നിങ്ങൾ ഏറ്റുപറഞ്ഞ ഒരൊറ്റ കാരണത്താൽ, സ്തോത്രം, ആ കൃപ വന്ന് നിങ്ങളെ പൊതിയുകയാണ്. സ്തോത്രം. ആമേൻ. കൃപ നിനക്ക് വിടുതൽ നൽകുകയാണ്. സത്യം എല്ലാ കാലത്തും സത്യം തന്നെയാണ് അല്ലേ? അത് നീ കുറ്റവാളിയാണ്. സത്യത്തിന് സത്യമേ പറയാൻ കഴിയൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്തോത്രം. അപ്പൊ നമുക്ക് തോന്നും നമ്മളെ ഇങ്ങനെ കുത്തുന്നതായിട്ട് നമുക്ക് തോന്നും. സത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ കുത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ? കുത്തുക മാത്രമല്ല കേട്ടോ, അതിനകത്തൂടെ നമ്മളെ പണിതെടുക്കുക കൂടെ ചെയ്യുക. ചില ആൾക്കാർ തയ്ക്കുന്ന കണ്ടില്ലേ, നൂല് ഉണ്ടായില്ല, കുറെ കഴിയുമ്പോൾ അവർ നൂലില്ല, നൂല് പൊട്ടിപ്പോയായിരുന്നോ, അയ്യോ ഞാൻ ഇങ്ങനെ അറ്റം വരെ തയ്ച്ചെത്തിയല്ലോ. സ്വാതന്ത്ര്യം. നൂലില്ലാതെ തയ്ക്കുന്ന കുറേ പേരുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രസംഗിക്കുന്ന കുറേ ആൾക്കാർ. നൂലില്ല, ഈ മെഷീനകത്തൂടെ ഇതിങ്ങനെ തുണി കയറി പോയിക്കൊണ്ടിരിക്കുക, നൂലില്ല. ഇനി ആ മെഷീൻ ഒന്ന് നിർത്തിയിട്ട് ആ തുണി എടുത്ത് നോക്കിയാൽ തുള മാത്രം, കുറേ ഓട്ടകൾ, നീളത്തിൽ ഓട്ട. എന്നാൽ ചില തയ്യൽക്കാരുണ്ട്, അവര് കൃത്യമായിട്ട് നൂല് കോർത്തിട്ടാണ് ഈ മെഷീനിലോട്ട് തുണി കയറ്റി വെക്കുന്നത്. 2 ഭാഗമായി നിന്ന 2 തുണിയെ അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചിട്ട് ഈ മെഷീനകത്തൂടെ നൂലും സൂചിക്കകത്ത് കോർത്ത് ഇത് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ വിടവുകൾ നികത്തപ്പെടുകയാണ്, വേർതിരിവുകൾ മാറുകയാണ്. സ്തോത്രം. എത്ര ഭംഗിയായിട്ടാണ് സ്റ്റിച്ചിങ്. അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് പിന്നെ നൂലൊന്നും വേണ്ട, അങ്ങ് വെച്ച് അനത്തുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ, നൂല് കോർത്ത് നന്നായി തയ്ക്കുന്നതിനാൽ നിങ്ങളുടെ സാക്കാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുക. സ്തോത്രം. നമ്മുടെ ശുശ്രൂഷകളിൽ അതുണ്ടാകണം. നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രസംഗങ്ങൾ കൊണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട്, സ്തോത്രം, ചില നല്ല റിസൾട്ടുകൾ വേണം. ഒരിക്കലും നീതി സമാധാനം ഒരുമിച്ച് വരുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, നീതി സമാധാനം ഒരുമിച്ച് വരുന്നതല്ല. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് വന്നത് ഒരുത്തനിൽ മാത്രമേ ഉള്ളത്, കർത്താവായ യേശു ക്രിസ്തുവില്ല. നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൽ മാത്രമാണ് നീതിയും സമാധാനവും ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ.
ഈ കൃപയും സത്യവും ഒരുമിച്ച് കാണാൻ പറ്റുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഒരു സ്തോത്രം പറയേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സത്യം പറയാണ്, നീ ഒരിക്കലും ഇനി ശുശ്രൂഷിക്കാൻ പാടില്ല, നീ ഒരിക്കലും ഇനി പാട്ട് പാടാൻ പാടില്ല, നീ ഒരിക്കലും ഇനി ഇതിനടുത്തേക്ക് വരരുത്. അത് സത്യമാണ്, അത് സത്യമായ കാര്യമാണ്. പക്ഷെ ഏറ്റു പറഞ്ഞ് ദൈവത്തിന് നെടുമ്പാട് വിട്ട് കരഞ്ഞു കഴിയുമ്പോൾ അവൻ ഈ കർത്താവ് തന്നെ കൃപയും കൊണ്ട് അങ്ങ് പൊതിയുക. അധികം കൃപ കൊടുക്കുക. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, കൃപ കൊടുക്കുക. അവനെ മടക്കി കൊണ്ടുവരിക. സ്തോത്രം. ഒരു ധൂർത്തുപുത്രൻ എന്നൊന്നും പറയണ്ട, അവനൊരു നല്ല പയ്യൻ എന്ന് വേണേൽ വിളിക്കാം. അവൻ്റെ സ്വഭാവം കൊണ്ട് അവനെ അങ്ങനെ വിളിച്ചു. പക്ഷെ അവൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അവൻ നശിപ്പിച്ച് കളഞ്ഞതും അവൻ ഇല്ലായ്മ ചെയ്തതും വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം അപ്പൻ്റെ ഒറ്റ കെട്ടിപ്പിടുത്തത്തിൽ മുഴുവൻ സ്തോത്രം വേറെ ആവിയായിപ്പോയി. സ്തോത്രം. എന്നല്ലേ കർത്താവിൻ്റെ ആ കൃപ എത്ര ഭയങ്കര, അവന് സമാധാനം എത്ര പറയാം. ഈ കൃപയും സഭകൾ, ഈ പുതിയ നിയമത്തിലെ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ഓരോ ലേഖനത്തിൻ്റെയും ഒരു 8 വാക്യത്തിനകത്ത് സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 2 സാധനം, കൃപയും സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. ഉണ്ടോ? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാവിലെ നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട് ആളുകൾ കൃപയും സമാധാനവും അനുഭവിക്കണം. സത്യവും കൃപയും ക്രിസ്തുവിൽ കാണാം. നീതിയും സമാധാനവും ക്രിസ്തുവിൽ സമ്മേളിച്ചിരിക്കുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നിങ്ങൾക്ക് ബൈഹാട്ട അല്ലേ? യോഹന്നാൻ 1:14 എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത്. ആമേൻ. സ്തോത്രം. ആ വാക്യം ഒരു വലിയ നീണ്ട വാക്യമാണ് അല്ലെ? 1:14. അതിന് ഗ്രീക്കിൽ കൊടുത്തതൊക്കെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കൈ ലോഗോസ് നൊമൈസാസ് കൈ സ്കേനു എൻ ഹെമി കൈ തിയോമായി ഓത്തോസ് ഡോക്സ ഹോസ് മോങ്കനസ് പാരാപ്ലാറ്റർ പ്ലറേസ് കൈസ് കൈ അലൈതിയ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് വളരെ മനോഹരമായ വാക്യം. സ്തോത്രം. കൃപയും സത്യവും നിറഞ്ഞാണ് നമ്മുടെ ഇടയിൽ പാർത്തുന്നത്. നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നമുക്ക് കാണാൻ വേറെ എവിടെയും കഴിയില്ല, യേശുവിലല്ലാതെ മറ്റൊരിടത്തുമില്ല. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തമ്മിൽ ചേരാത്ത 2 കാര്യങ്ങൾ, ഒന്ന് കൃപയും സമാധാനം, ഒരിക്കലും തമ്മിൽ ചേരില്ല. കൃപ പറയും, അവൻ നീതി പറയും, നീതിയും സമാധാനം. നീതി പറയും, ഇവന് സമാധാനം, ഇവൻ കുറ്റവാളിയാ. സമാധാനത്തോടെ അവനെ അയക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ നീതി അവൻ്റെ മേൽ നടപ്പാക്കാതെ തൻ്റെ പാപത്തെ ചുമന്ന് അവൻ യേശു ക്രിസ്തു അവന് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി നീ സമാധാനത്തോടെ വീട്ടിൽ പോകാൻ പറയുക. കൃപയും സത്യവും. സത്യം പറയുന്നു, ഒരിക്കലും ഈവൻ ദൈവസന്നിധി വരാൻ പാടില്ല. കർത്താവ് പറയുക, ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ കയറി, ഇനി നീ ആ അടിമ നുഖത്തിൽ കുടുങ്ങണ്ട, നിന്നെ ഞാൻ സ്വതന്ത്രമായി വിട്ടയക്കാതെ ധാരാളം കൃപ കൊടുക്കുക. ധാരാളം കൃപ. സ്വതന്ത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാവിലെ ആമേൻ, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. കൃപയും സത്യവും. ആമേൻ. സ്വതന്ത്രം. നമുക്ക് വേണ്ടി ഒരുമിച്ച് നൽകി തന്ന ഈ കർത്താവായ യേശുവിനെ ശുശ്രൂഷിക്കുമ്പോൾ വളരെ 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 ശ്രദ്ധിച്ച്, എല്ലാ പ്രസംഗത്തിനകത്തും സൂചി മാത്രമാണോ അതോ നൂലൂടെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും നോക്കണ്ട, ഇടയ്ക്കിടയ്ക്ക്. ചില ആൾക്കാർ നൂല് പൊട്ടിപ്പോയത് അറിഞ്ഞിട്ടില്ല. ഈ കുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ. ചുമ്മാ തുണി ഓട്ടയാക്കരുത് പ്ലീസ്. ഇടയ്ക്ക് ആ സൂചിയിലേക്ക് നോക്കണം. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് പൊട്ടിയതാ നൂല്. ചിലർക്ക് പിന്നെ നൂല് പൊട്ടിയിട്ട് 5-6 മാസം കണ്ടായി. ഇന്ന് രാവിലെ ഒന്ന് കോർത്ത് തയ്ക്കൽ തുടങ്ങുക, ശുശ്രൂഷ തുടങ്ങുക. നിങ്ങളെ ശക്തരായ ശുശ്രൂഷന്മാരാക്കി ദൈവം മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനിശ്ചിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചന ചിന്തയ്ക്കായി നന്ദി പറയുക. കൃപയും സത്യവും ഒരുപോലെ സംഗമിക്കുന്ന അങ്ങിൽ മാത്രമേ ഉള്ളൂ കർത്താവേ. നീതിയെ സമാധാനം ഒരിക്കലും
ആമേൻ നേർക്കുനേരെ എതിർത്ത് നിൽക്കുന്ന ഒരു സത്യമാണെങ്കിലും ഹല്ലേലൂയ, രണ്ടും കർത്താവെ സംഗമിക്കുന്നത് അങ്ങിൽ മാത്രമാണ്. ഞങ്ങളത് തിരിച്ചറിയുന്നു. ഈ രാവിലെ സമയം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ നീതി ചെയ്യുവാൻ, സമാധാനം ഉണ്ടാക്കുന്നവരാകാൻ, കൃപ മേൽക്കുമേൽ പ്രാപിപ്പാൻ, സത്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഞാൻ രാവിലെ സമയം ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ട നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ എല്ലാവരോടും പറയാ, സമാധാനം കൃപയൊക്കെ വേണോ? വഴി കൂടെ പോകുന്നവർക്കൊന്നും ഇല്ല, സഭയ്ക്കകത്ത് വന്നാൽ മാത്രം. ആണ് സഭകളോടാണ് ഇതെല്ലാം പറഞ്ഞത്, അല്ലേ? വായിച്ചു നോക്കി. സ്തോത്രം. സഭകളോടാണ് പറഞ്ഞത്, നാട്ടുകാരോടല്ല. നാട്ടുകാരോട് പറഞ്ഞൊരു കാര്യം ഇതാ: ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവപ്രസാദം ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് കേട്ടോ സമാധാനം. ഇതൊക്കെ വേർതിരിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ നീതി നടപ്പാക്കുന്ന, കൃപ കാണിക്കുന്ന, സമാധാനം ഉണ്ടാക്കുന്ന, സത്യത്തിൽ നിലനിൽക്കുന്ന ഒരു നല്ല മനുഷ്യനായി, ഒരു ക്രിസ്തു ഭടനായി ദൈവം നിങ്ങളെ മാറ്റട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ.